എല്ലാവർക്കും മോളിവുഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 1981 മുതൽ 1995 വരെയുള്ള മമ്മൂട്ടി ചിത്രങ്ങളിൽ ഹിറ്റും ഫ്ലോപ്പുമായ മൂവികളാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ സിനിമ മുന്നേറ്റം. ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത് 1981 റിലീസ് ചെയ്ത ഈ മൂവി ഒരു ഫ്ലോപ്പ് ആയിരുന്നു. റഷീദ് കാരാപ്പുഴ സംവിധാനം ചെയ്ത് 1982 റിലീസ് ചെയ്ത വീട് ഒരു ഫ്ലോപ്പ് മൂവിയായിരുന്നു. ജോഷി സംവിധാനം ചെയ്ത് 1983 റിലീസ് ചെയ്ത ആ രാത്രി ഒരു സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു. PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത് 1983 റിലീസ് ചെയ്ത ഒന്ന് ചിരിക്കൂ ആ മൂവി ഒരു ഫ്ലോപ്പ് ആയിരുന്നു. അശോക് കുമാർ സംവിധാനം ചെയ്ത് 1983 റിലീസ് ചെയ്ത കൂലി ഒരു ബിലോ ആവറേജ് മൂവിയാണ്. P പത്മരാജൻ സംവിധാനം ചെയ്ത് 1983 റിലീസ് ചെയ്ത കൂടെവിടെ ഒരു സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു. ഭദ്രൻ സംവിധാനം ചെയ്ത് 1983 പുറത്തിറങ്ങിയ ചങ്ങാത്തം ഒരു ഫ്ലോപ്പ് മൂവിയായിരുന്നു. വിജയാനന്ദ് സംവിധാനം ചെയ്ത് 1983 റിലീസ് ചെയ്ത നദി മുതൽ നദി വരെ ഒരു ഫ്ലോപ്പ് മൂവിയായിരുന്നു. IV ശശി സംവിധാനം ചെയ്ത് 1981 റിലീസ് ചെയ്ത തൃഷ്ണ ഒരു ഹിറ്റ് മൂവിയായിരുന്നു. PK ജോസഫ് സംവിധാനം ചെയ്ത് 1983 റിലീസ് ചെയ്ത മനസ്സൊരു മഹാസമുദ്രം എന്ന മൂവി പരാജയമായിരുന്നു. PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത് 1983 പുറത്തിറങ്ങിയ രുക്മ ഒരു ആവറേജ് മൂവിയായിരുന്നു. PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത് 1983 റിലീസ് ചെയ്ത സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ് ഒരു സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു. IV ശശിയുടെ സംവിധാനത്തിൽ 1984 പുറത്തിറങ്ങിയ അതിരാത്രം ഒരു സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു. IV ശശി സംവിധാനം ചെയ്ത് 1984 പുറത്തിറങ്ങിയ അടിയൊഴുക്കുകൾ ഒരു സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു. ഭരതൻ സംവിധാനം ചെയ്ത് 1984 പുറത്തിറങ്ങിയ എൻ്റെ ഉപാസന ഒരു സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു. IV ശശി സംവിധാനം ചെയ്ത് 1984 പുറത്തിറങ്ങിയ കാണാമറയത്ത് ഒരു സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു. സാജൻ സംവിധാനം ചെയ്ത് 1984 പുറത്തിറങ്ങിയ കൂട്ടിനിളം കിളി ഒരു ഹിറ്റ് മൂവിയായിരുന്നു. IV ശശി സംവിധാനം ചെയ്ത് 1984 പുറത്തിറങ്ങിയ ലക്ഷ്മണരേഖ ഒരു എബവ് ആവറേജ് മൂവിയായിരുന്നു. PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത് 1984 പുറത്തിറങ്ങിയ സന്ധ്യക്കെന്തിനു സിന്ദൂരം ഒരു പരാജയമായിരുന്നു. KS സേതുമാധവന്റെ സംവിധാനത്തിൽ 1985 പുറത്തിറങ്ങിയ അവിടത്തെ പോലെ ഇവിടെയും ഒരു സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു. IV ശശി സംവിധാനം ചെയ്ത് 1985 പുറത്തിറങ്ങിയ അനുബന്ധം ഒരു സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു. ശശികുമാർ സംവിധാനം ചെയ്ത് 1985 പുറത്തിറങ്ങിയ എൻ്റെ കാണാക്കുയിൽ ഒരു ഹിറ്റ് മൂവിയായിരുന്നു. ബാലു മഹേന്ദ്രയുടെ സംവിധാനത്തിൽ 1985 പുറത്തിറങ്ങിയ യാത്ര ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയായിരുന്നു. IV ശശി സംവിധാനം ചെയ്ത് 1986 പുറത്തിറങ്ങിയ ആവനാഴി ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയായിരുന്നു. ജോഷി സംവിധാനം ചെയ്ത് 1988 പുറത്തിറങ്ങിയ സംഘം ഒരു ഹിറ്റ് മൂവിയായിരുന്നു. T ഹരിഹരൻ സംവിധാനം ചെയ്ത് 1989 പുറത്തിറങ്ങിയ ഒരു വടക്കൻ വീരഗാഥ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ മൂവിയായിരുന്നു. ജോഷി സംവിധാനം ചെയ്ത് 1989 പുറത്തിറങ്ങിയ നായർ സാബ് ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയായിരുന്നു. IV ശശിയുടെ സംവിധാനത്തിൽ 1989 പുറത്തിറങ്ങിയ മൃഗയ ഒരു ഹിറ്റ് മൂവിയായിരുന്നു. T ഹരിഹരന്റെ സംവിധാനത്തിൽ 1990 പുറത്തിറങ്ങിയ ഒളിയമ്പുകൾ ഒരു ഫ്ലോപ്പ് മൂവിയായിരുന്നു. സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ 1990 പുറത്തിറങ്ങിയ കളിക്കളം ഒരു ഹിറ്റ് മൂവിയായിരുന്നു. ജോഷി സംവിധാനം ചെയ്ത് 1990 പുറത്തിറങ്ങിയ കുട്ടേട്ടൻ ഒരു ഫ്ലോപ്പ് മൂവിയായിരുന്നു. TS സുരേഷ് ബാബു സംവിധാനം ചെയ്ത് 1990 പുറത്തിറങ്ങിയ കോട്ടയം കുഞ്ഞച്ചൻ സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു. ഭരതന്റെ സംവിധാനത്തിൽ 1991 പുറത്തിറങ്ങിയ അമരം ഒരു സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു. IV ശശി സംവിധാനം ചെയ്ത് 1995 പുറത്തിറങ്ങിയ ഇൻസ്പെക്ടർ ബൽറാം ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയായിരുന്നു. ജോഷി സംവിധാനം ചെയ്ത് 1992 പുറത്തിറങ്ങിയ കൗരവർ ഒരു ഹിറ്റ് മൂവിയായിരുന്നു. ഫാസിലിന്റെ സംവിധാനത്തിൽ 1992 പുറത്തിറങ്ങിയ പപ്പയുടെ സ്വന്തം അപ്പൂസ് ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയായിരുന്നു. ജോമോൻ സംവിധാനം ചെയ്ത് 1993 പുറത്തിറങ്ങിയ ജാക്ക്ബോട്ട് ഒരു സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.